പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഈ അഭിഷേകത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാൻ കർത്താവ് അവസരം നൽകി. നമുക്ക് ഈശോയെ സ്തുതിക്കാം, ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചകളിൽ ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനിലൂടെ സോജി അച്ഛനിലൂടെയൊക്കെ ശക്തമായി വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചു. നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ്റെ ആത്മീയ കൂട്ടായ്മ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഓൺലൈനിലൂടെയുള്ള ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കും. നമ്മൾ അഭിഷേകത്തിനെ കാണുമ്പോഴും അതേപോലെ തന്നെ ബുധനാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ഹോളി സ്പിരിറ്റ് ഈവനിങ്, അതൊക്കെ യൂട്യൂബിലുള്ള ശുശ്രൂഷകളാണ്. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിട്ടൊക്കെ, അതുപോലെ നമ്മുടെ അഭിഷേകത്തിനെ സിസ്റ്റേഴ്സിൻ്റെ ഫ്രൂട്ട് ഓഫ് മേരി ശുശ്രൂഷ, അതും ഓൺലൈനായിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്കുള്ള ശുശ്രൂഷകളാണ്. ഇങ്ങനത്തെ ഓരോ ശുശ്രൂഷകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോഴും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇപ്പോൾ ഇവിടുത്തെ ചില ശുശ്രൂഷകളുടെ പേരുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഏത് ശുശ്രൂഷകളും വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ്, പണ്ട് നമുക്ക് ഇവിടെ ആദ്യകാലം വെബ് ലൈവ് എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ശുശ്രൂഷകളിലെ കർത്താവ് ഇടപെടും. അപ്പോൾ ഞാൻ ഓർക്കാണ്, കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ വൈദികരുടെ ധ്യാനം നടക്കുമ്പോൾ ഇടയ്ക്ക് അത് ഇൻ്റർവ്യൂവിൽ പുറത്തേക്ക് വന്നപ്പോൾ എൺമണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ഫാമിലി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ 2 കുട്ടികളെ കണ്ടപ്പോഴത്തേക്ക് ഓടി, അവരെ ആ സ്നേഹമുണ്ടല്ലോ, ഓടി വരികയാണ്. അപ്പോൾ അപ്പനും അമ്മയും കൂടെ ഓടി പുറകെ എത്തി. അപ്പോൾ അവർ പറയുകയാണ്, നാളുകൾക്ക് മുമ്പ് കുട്ടികളൊക്കെ വലിയ കുട്ടികളായി ഈ വെബ് ലൈവ് ശുശ്രൂഷ നടക്കുമ്പോൾ ഈ അമ്മ, ഈ സ്ത്രീ ചേച്ചി ആദ്യത്തെ കുട്ടീനെ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ വെള്ളമെല്ലാം കെട്ടി കൊച്ചിനെ അബോർട്ട് ചെയ്യണം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് ഈ ചേച്ചി ഇങ്ങനെ സെറ്റിൽ കിടക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് അതിൻ്റെ തൊട്ടടുത്ത് വിഷമിച്ച് അവിടെ കിടക്കുകയാണ്. കിടന്നുകൊണ്ട് ഈ വെബ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സങ്കടമാണ് അവർക്ക്. അപ്പോൾ അത് ലൈവ് ശുശ്രൂഷയാണ്, റെക്കോർഡിങ് ശുശ്രൂഷയാണ്, ലൈവ്. ആ ശുശ്രൂഷ നടക്കുമ്പോൾ സ്റ്റേജിൽ നിന്നൊരു മെസ്സേജ് ഇങ്ങനെ അരുളി ചെയ്യുകയാണ്, കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അതായത് കുട്ടിയെ അബോർഷൻ ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെള്ളക്കെട്ട് മൂലം അങ്ങനത്തെ വിഷമിച്ച് കിടക്കുന്ന ഭർത്താവ് ഇങ്ങനെ ചുരുണ്ടുകൂടി അതേപോലെ കിടക്കുന്ന ഒരു അവസ്ഥയുള്ള കുടുംബത്തെ കർത്താവ് ഇടപെടുന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ നല്ല കർത്താവ് അനുഗ്രഹിക്കുന്നു. അവർ പറയാണ്, ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഈശോ അങ്ങോട്ട് തൊട്ടു എന്ന് പറഞ്ഞു. എന്നൊരു ജന്മം നൽകി ആരോഗ്യമുള്ള കുഞ്ഞുമായിട്ട് ഇപ്പോൾ കുട്ടി വലുതായി, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കി. അപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഓൺലൈൻ ശുശ്രൂഷകളെല്ലാം നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോം ടീമിൽ എന്തുമാത്രം ശുശ്രൂഷകളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, എന്തൊരു അനുഗ്രഹമാണ്. ഇതെല്ലാം ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയണം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് തുടക്കത്തിൽ തന്നെ കർത്താവിനെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം, കുട്ടികളൊക്കെ വേഗം എഴുന്നേറ്റ് നിൽക്കാം. യേശുവിനെ ആരാധിക്കുമ്പോൾ, യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ, കർത്താവിനെ വാഴ്ത്തുമ്പോൾ സ്വർഗത്തിൻ്റെ സമ്പത്തായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധനെ, ഓ അമർത്യനെ, ഓ ബലവാനെ, ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞാൻ കരങ്ങൾ അടിച്ച് പരിശുദ്ധനാമേശുവേ, സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധ. ചേർന്ന് പാടാം, ആരാധിക്കാം. ആരാധിച്ചിടുന്നു ഞാൻ പരിശുദ്ധനാമേശുവേ, സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധ. കൈകൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ, ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ, സർവ്വഭൂമിയിൽ നന്നായി കൈയടിച്ച് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ നീ, ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ നീ, സർവ്വഭൂമിയും നിൻ മഹത്വം.
കരങ്ങൾ താഴ്ത്തി കൈയടിച്ച് നന്നായി കരങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതരം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ശരീരം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വലിയ കൃപയുടെ അഭിഷേകം, വലിയ അനോയിന്റിങ്, വലിയ നിറവ്, വലിയ സന്തോഷത്തിന് അനുഭവം, വലിയ ആനന്ദത്തിന് അനുഭവം പരിശുദ്ധാത്മാവ് നൽകുന്നു. സന്തോഷിച്ചിടും ഞാൻ, ആനന്ദിച്ചിടും ഞാൻ യേശുവിൻ സന്നിധിയിൽ. ആർത്തിയിടും ഘോഷിക്കും ദൂതന്മാരെ പോലെ നൃത്തത്തോടെ വാഴ്ത്തിടും. വലിയ സന്തോഷത്തോടെ സന്തോഷിച്ചിടും ഞാൻ, ആനന്ദിച്ചിടും ഞാൻ യേശുവിൻ സന്നിധിയിൽ. ആർത്തിയിടും ഘോഷിക്കും ദൂതന്മാരെ പോലെ നൃത്തത്തോടെ വാഴ്ത്തിടും. കൈകൾ ഉയർത്തി പരിശുദ്ധൻ 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 നീ, ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ, സർവ്വഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധൻ 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 നീ, ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ, സർവ്വഭൂമിയും നിൻ മഹത്വം. പവർ പരിശുദ്ധൻ 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 നീ, ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല 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 ഹല. ഓ കർത്താവേ, യെശയ്യാ പ്രവചന 8-ാമത്തെ അധ്യായത്തിലെ വചനം ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ അവിടെ നയിക്കുന്നല്ലോ. ഈ ലോകം സഖ്യമായി കരുതനെ സഖ്യമായി കരുതുകയോ, ഈ ലോകം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുക ചെയ്യരുത്. മറിച്ച് ദൈവമായ കർത്താവിനെ പരിശുദ്ധനായി കരുതുക. ഓ പരിശുദ്ധനെ, ഓ അമർത്യനെ, ഓ ബലവാനെ, ഓ കർത്താവേ, ഓ രാജാതി രാജനെ ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. ഹല 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 ഹല. ഓ ദൈവമേ, ഞങ്ങൾ ഭയപ്പെടുന്നതൊന്നും ഞങ്ങളുടെ മേൽ വന്ന് ഭവിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല 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 ഹല. നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഓ ദൈവമേ, ഓ കർത്താവേ, അങ്ങയെ ആരാധിക്കുന്ന, അങ്ങയെ സ്തുതിക്കുന്ന, അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ഈ സമൂഹത്തിന്റെ മേൽ അവിടുന്ന് ഇപ്പോൾ കരങ്ങൾ നീട്ടണമേ, അവിടുന്ന് ഇപ്പോൾ ആശീർവദിക്കണമേ, തിന്മകളെ ശാസിക്കണമേ, തടസ്സങ്ങളെ മാറ്റണമേ, വിടുതൽ നൽകണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചികൾ വിട്ടുപോട്ടെ, അന്ധകാര ശക്തികൾ ഒഴിഞ്ഞു പോകട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഓ കർത്താവേ, നാളുകളായിട്ടുള്ള ആധിപത്യങ്ങൾ തകരട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, ശാന്തത ഉണ്ടാകട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, ശരണം ഉണ്ടാകട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ, ജ്ഞാനം നിറയട്ടെ, കൃപ നിറയട്ടെ. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന. കർത്താവേ ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല 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 ഹല. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ അമ്മേ, ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി, വചനങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തടസ്സങ്ങൾ എന്തുകൊണ്ട്, എങ്ങനെ അതിനെ അതിജീവിക്കാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഓരോ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ
ഓരോ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അത് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എല്ലാ മണ്ഡലങ്ങളിലും തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കുക. പക്ഷെ അതിനെ അതിജീവിച്ച് പോകണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാം തിരുവചനം, റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 13. സഹോദരരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റു വിജാതിയരുടെ ഇടയിൽ എന്ന പോലെ നിങ്ങളുടെ ഇടയിലും ഫലമുളവാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ പലപ്പോഴും ഞാൻ ഒരുങ്ങിയതാണ്. എന്നാൽ ഇതുവരെയും എനിക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷത്തെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാണിത് പറയുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട വെളിപാടുകൾ ആധിക്യം കൊണ്ട് തളർന്നു പോകുന്നുവെന്ന്, അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് ഒരുപാട് വെളിപ്പെടുത്തലുകൾ നൽകിയിട്ടുള്ള കോരിന്തോ സഭ, എഫേസ സഭ, ഫിലിപ്പി സഭ, കൊളോസസ് സഭ എന്ന് തുടങ്ങി റോമ സഭയൊഴികെ ബാക്കിയുള്ള സഭകളെല്ലാം സ്ഥാപിച്ച പൗലോസ്ലീഹ പറയുന്ന ഭാഗമാണ്. ഈ വിജാതിയരായ സ്ഥലങ്ങളിലെല്ലാം പൗലോസ്ലീഹ പോയി, വിജാതിയരുടെ അപ്പസ്തോലനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട സ്ലീഹ പോയി ആ വിജാതിയരുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫലമുണ്ടായി, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുണ്ടായി. ഒരുപാട് പേര് മാമോദീസ സ്വീകരിച്ചു, ക്രിസ്ത്യാനിറ്റി തഴച്ചു വളർന്നു. അങ്ങനെ ധാരാളം ഫലം പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ഫലം റോമാസ് ദേശത്തുണ്ടാകാൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് മുകളിലത്തെ തിരുവചനഭാഗങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ആത്മീയ വരം നൽകാൻ ഒക്കെ ഞാൻ അങ്ങോട്ട് വരാൻ ഒരുങ്ങിയതാണ്. എന്നാൽ സ്ലീഹ പറയുകയാണ്, എനിക്കിതുവരെയും തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ കുടുംബ ജീവിതത്തിൽ, രാഷ്ട്രീയത്തിൽ, സാമൂഹിക കാര്യങ്ങളിൽ, ഇടവക ശുശ്രൂഷകളിൽ, നമ്മളായിരിക്കുന്ന സ്ഥാപനങ്ങളിൽ, ആധ്യാത്മിക ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ ബിസിനസ് മേഖലകളിൽ, പഠന മേഖലകളിൽ, എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദർശ പോരാട്ടം എന്ന് പറയുന്ന നല്ലൊരു ആത്മീയ പുസ്തകമുണ്ട്. അതിൻ്റെ 160-ാമത്തെ പേജിൽ ആ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് വിശുദ്ധ ജോൺ ലാഡർ പറയുന്ന ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ വളരെ ഉപകാരപ്രദമാണ്. സ്ക്രീനിൽ അത് വരും, നിങ്ങൾ നോക്കിയിരുന്നോ, ഞാൻ വായിക്കാം. നാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന എല്ലാ സംരംഭത്തിലും പിശാചുക്കൾ നമുക്കായി 3 കിടങ്ങുകൾ ഉണ്ടാക്കുന്നു. ഒന്നാമത്, അവൻ നമ്മുടെ നല്ല സംരംഭങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. രണ്ടാമത്, ആദ്യത്തെ ശ്രമത്തിൽ പരാജയപ്പെട്ടതായി തോന്നിയാൽ നമ്മുടെ പ്രവൃത്തി ദൈവത്തിന് നിരക്കാത്തതാകാൻ നോക്കുന്നു. ഈ നീക്കത്തിലും ഈ കള്ളന്മാർ പരാജയപ്പെട്ടാൽ അവർ നിശബ്ദമായി നമ്മുടെ ഹൃദയത്തിൽ കടന്നു കയറുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ ജോൺ ലാഡർ പ്രഖ്യാപിക്കുകയാണ്, പിശാച് പല വിധത്തിൽ നമ്മുടെ ജീവിതത്തിന് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, സുവിശേഷത്തിന് പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ, നമ്മുടെ കുടുംബം നല്ല ദൈവഭക്തിയിലെ കൃപയിലെ വചനം പാലിച്ച് വിശുദ്ധിയിലെ കൃപയിലെ നിറഞ്ഞ് വളരുന്ന സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ, അതിന് ബിസിനസ് വേണം, ജോലി വേണം, ഒക്കെ വേണം. അങ്ങനെയൊക്കെ പോകുമ്പോൾ പല വിധത്തിൽ നമുക്കിത് കിടങ്ങൾ ഉണ്ടാക്കാം. അത് ഒന്നാമത്തേതെന്ന് പറയുന്നത്, നമ്മൾ ദൈവഗത പ്രകാരം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട്, ദൈവം പറഞ്ഞിട്ട്, ദൈവഗതെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന സംരംഭങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കും. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ തടസ്സങ്ങളെ എല്ലാം നമ്മൾ അതിജീവിച്ച് പോകണം. അപ്പോൾ ഈ തടസ്സങ്ങൾ ആരാണ് കൊണ്ടുവരുന്നത്? ഈ വചനഭാഗത്തിൽ നിന്ന്, അതേപോലെ തന്നെ ഈ വിശുദ്ധ ജോൺ ലാഡ് പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. തടസ്സം കൊണ്ടുവരുന്ന ഒരാള് പിശാചാണ്. സാത്താൻ തടസ്സം കൊണ്ടുവരാം.
വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 18-ാം തിരുവചനം, ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 18 നമുക്ക് വായിക്കാം. ഞാൻ തന്നെ വായിക്കണമെന്നില്ല, നിങ്ങൾ എല്ലാവരും ചേർന്ന് വായിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ, പൗലോസായ ഞാൻ, പല പ്രാവശ്യം ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പൗലോസ്ലീഹായ്ക്ക് തെസ്സലോനിക്ക സഭ സന്ദർശിക്കാൻ ഒരുപാട് ആഗ്രഹമാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ പല പ്രാവശ്യം ഒരുങ്ങിയതാണ്. എന്നിട്ട് ശ്രീക പറയാണ്, ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചതാണ്, എന്നാൽ സാത്താൻ എന്നെ ഞങ്ങളെ തടസ്സപ്പെടുത്തി. അപ്പൊ പല പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു എണ്ണാൻ പറ്റുന്നതാണ്. 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയിരിക്കാൻ പറ്റും. ഒരു 4-5 പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ഓർമ്മയിലിരിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നുപോയി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പൗലോസ്ലീഹയുടെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ അല്ലേ, കുറേശ്ശെ ആശ്വാസം കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 22-23 തിരുവചനങ്ങൾ. Gospel of St. Matthew chapter 16 verse 22 and 23. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറഞ്ഞാൽ, ഈശോ കുരിശുമരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജെറുസലേമിൽ നിറവേറപ്പെടാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഉടനെ തന്നെ പത്രോസുകാരെ തടസ്സം പറയുകയാണ്. അപ്പോൾ കർത്താവിന് മനസ്സിലാക്കാണ്, പത്രോസിലൂടെ ഒരു ചെറിയ തിന്മയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ പറയാ, സാത്താനെ നീ ദൂരെ പോകും, തടസ്സം ഉണ്ടാക്കാതെ വിട്ടുമാറുക. എന്നിട്ട് പറയാ, നീ എനിക്ക് പ്രതിബന്ധമാണ്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പിശാച് ചിലപ്പോൾ തടസ്സങ്ങൾ കൊണ്ടുവരാം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. രണ്ടാമത്തെ ഒരു തടസ്സത്തിന് സാധ്യത എന്ന് പറയുന്നത്, നമ്മളുടെ പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം മൂലം വരുന്ന തടസ്സമെന്ന് പറയുന്നത് പിശാച് ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല. പാപത്തിൻ്റെ പരിണതഫലം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതിൻ്റെ പുറകിൽ പിശാചാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ ആദ്യത്തെ കേസിൽ പാപം ചെയ്യണം നിർബന്ധമില്ല, നല്ല സംരംഭമാണ്, നല്ല കൃപയിൽ പോണ സമയത്ത് തടസ്സം കൊണ്ടുവരാം. അതേസമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിലൂടെ പാപം കൂടി ഉണ്ടെങ്കിലോ പിന്നെ തീർന്നു അല്ലേ. ജെറമിയ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 6 വേഴ്സ് 21, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനത്തിന് മുൻപിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും, അവർ തട്ടി വീഴും, അപ്പനും മകനും ഒന്നുപോലെ മറിഞ്ഞു വീഴും, അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും എന്ന് പറഞ്ഞാൽ, ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അതങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാകുന്ന ഒരു തടസ്സത്തിൻ്റെ മേഖലയാണത്, ഒരു തകർച്ചയുടെ മേഖലയാണ്. ദൈവം അത് അനുവദിക്കുന്നത് പറഞ്ഞാൽ ശരിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ പാപങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളിലേക്ക് വരാൻ പറ്റാത്ത വിധമുള്ള ചില തടസ്സങ്ങൾ സൃഷ്ടിക്കും. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ചില ഗർത്തങ്ങൾ അതുണ്ടാക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 26-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 26, കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, ഇവിടുന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടുന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. നമുക്കറിയാം, ധനവാന്റെ ലാസറിന്റെ ഉപമയിൽ ധനവാൻ ഈ ലാസറിനെ പരിഗണിക്കാതെ ആ ധനത്തിൻ്റെ ആ തികവിൽ നിറവിൽ ദരിദ്രരുടെ പരിഗണിതാൽ ജീവിച്ച് അവസാനം മരിച്ചു ചെന്നപ്പോൾ എന്താ സ്ഥിതി? അബ്രാഹത്തിന്റെ മടിയിൽ ലാസർ, ഇവിടെ തീയിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ ധനവാൻ. അപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യനെ അകറ്റി നിർത്തുന്ന, നീതി നിഷേധിക്കുന്ന, സ്നേഹത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളും ദൈവത്തിനുമിടയിൽ വലിയ ഒരു തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മരിക്കണമെന്നില്ല.
ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്രമാത്രം ഗർത്തങ്ങൾ അതേപോലെ തന്നെ സ്വർഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ അവസാനം ഇച്ഛയിലും പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് ഇതിനോട് ചേർന്ന് പോകുന്ന സംഗതി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വചന ലംഘനങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തടസ്സങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. വചന ലംഘനങ്ങൾ വരുമ്പോൾ തടസ്സങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 8-ാം തിരുവചനം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:8, അത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിക വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതായത് ഇത് അവർക്ക് തട്ടി വീഴ്ത്തുന്ന കല്ല് ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. എന്നിട്ട് പറയുകയാണ്, എന്തെന്നാൽ ഓരോ വചനത്തെ ലംഘിക്കുന്നവൻ ഈ തടസ്സങ്ങളിൽ തട്ടി താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മാത്രം പോരാ. നമ്മൾ ഓരോ പ്രാവശ്യവും വചനം ലംഘിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പം നടന്നു പോകുന്ന നമ്മുടെ മുറ്റത്തുനിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഒരു ഇടവഴി ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഓരോ ദിവസവും ഓരോ കല്ലുകൾ, വലിയ 5-6 ഓരോ കരിങ്കല്ല് കൊണ്ടുവന്നിട്ട് എന്താവും സ്ഥിതി എന്ന് പറഞ്ഞ പോലെ ഓരോ വചന ലംഘനം വരുത്തുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മുടെ മാർഗത്തിന് തടസ്സങ്ങൾ കൊണ്ട് ഇടുകയാണ്. പാപം ചെയ്യുമ്പോൾ തടസ്സം കൊണ്ടുവന്ന് ഇടുകയാണ്. അതിനുകൂടെ പിശാചിന്റെ തടസ്സം വേറെയും. ഇതിനെല്ലാം പിറകിൽ പിശാച് പ്രവർത്തനം, അത് വേറെ വിഷയം. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, 4-ാമത്തെ ഒരു മേഖല ദൈവഹിതമല്ലാത്ത, ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്ക് പോകുമ്പോൾ തടസ്സം കൊണ്ടുവരാം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 25-ാം തിരുവചനം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14:25, അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി, തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം, കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കടൽ വിഭജിക്കപ്പെടുന്ന സമയമാണ്. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്ക് പുറപ്പെടുകയാണ്, ഈജിപ്തിൽ നിന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പെർമിഷനൊക്കെ മേടിച്ച് എല്ലാം ക്ലിയറായിട്ട് പോരുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈജിപ്തുകാരുടെ മനസ്സ് മാറി. അവര് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് അവരുടെ പിന്നാലെ അവരെ തടസ്സപ്പെടുത്താൻ പോകുന്ന ഒരു പോക്കുണ്ട്. പക്ഷേ ദൈവം തന്നെ അവരുടെ രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ബാലാക്ക് വാഗ്ദാനം ചെയ്യുന്ന, ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവ് വാഗ്ദാനം ചെയ്യുന്ന വലിയ സ്വർണവും വലിയ വെള്ളിയും അതിനൊക്കെ കൊതിച്ച് ബാലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ആ യാത്ര പുറപ്പെടുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്? ദൈവം ഒരു ദൂതനെ വിട്ട് കഴുതയെ തടസ്സപ്പെടുത്തുകയാണ്, അവന്റെ യാത്ര തടസ്സപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവഹിത പ്രകാരമല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ തടസ്സങ്ങൾ വരാം. സാത്താൻ തടസ്സം കൊണ്ടുവരാം. നമ്മുടെ പാപം നമ്മളെ തടസ്സപ്പെടുത്താം. വചനലംഘനം നമ്മളെ തടസ്സപ്പെടുത്താം. ദൈവഹിതമാണെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്ന പല കാര്യങ്ങളും ദൈവഹിതമല്ലെങ്കിൽ തടസ്സം വരാം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു മേഖല, 5-ാമത്തെ ഒരു മേഖല, അത് കുറച്ച് കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കും. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വലിയ ജീവന്റെ കിരീടം തരാൻ കർത്താവ് തടസ്സങ്ങളെ അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗസ്തീനയുടെ ഡയറിയിൽ 86-ാമത്തെ കണ്ടുക, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ കുമ്പസാരക്കാരിലൂടെ ദൈവം നിർവഹിക്കുന്ന ഈ ദൗത്യത്തിനായി എത്രമാത്രം അദ്ദേഹം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം ഭയപ്പെട്ടു പോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, ഇത് അങ്ങയുടെ കാര്യമാണല്ലോ, എന്തുകൊണ്ടാണ് അങ്ങ് അച്ഛനോട് ഇപ്രകാരം പെരുമാറുന്നത്? അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ കൽപ്പിക്കുമ്പോൾ തന്നെ അങ്ങ് തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഉടനെ പറയുകയാണ്, കർത്താവ് വെളിപ്പെടുത്തി, എഴുതുക, അവനോട് പറയുക, രാവും പകലും എൻ്റെ കണ്ണുകൾ അവനിൽ ഉറപ്പിച്ചിരിക്കുന്നു. അവന്റെ യോഗ്യത കൂട്ടാനാണ് ഈ പ്രതികൂലങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. നല്ല ഫലങ്ങൾക്കല്ല, മറിച്ച് എന്നെ പ്രതിയുള്ള ക്ഷമയ്ക്കും കഠിനാധ്വാനത്തിനുമാണ് ഞാൻ പ്രതിഫലം നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ പൗസ്തീനയിലൂടെ ദൈവാത്മാവ് ഒരു അച്ഛനോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ആ അച്ഛൻ ആ കാര്യത്തിന് വേണ്ടി ഈശോ പറഞ്ഞതായതുകൊണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരികയാണ്.
അപ്പോൾ ഫൗസ്തീനയ്ക്ക് ആത്മീയ ജ്ഞാനം ഉള്ളതുകൊണ്ട് ഫൗസ്തീൻ എന്ന് കാണുകയാണ് ഈശോ തന്നെയാണ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് കർത്താവേ, അങ്ങ് തന്നെ പറഞ്ഞിട്ട് അങ്ങ് തന്നെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു? അപ്പോൾ കർത്താവ് പറയുകയാണ്, അവൻ്റെ യോഗ്യത കൂട്ടാൻ, അവന് കിരീടം കൊടുക്കാൻ, അവൻ അതിനകത്ത് വിജയിക്കണമെന്നൊന്നുമില്ല. അവൻ്റെ ക്ഷമയുണ്ടല്ലോ, അവൻ്റെ പല പ്രാവശ്യമുള്ളവൻ്റെ പരിശ്രമം ഉണ്ടല്ലോ, അവൻ്റെ കഠിനാധ്വാനം ഉണ്ടല്ലോ, അവൻ പരാജയപ്പെടുമ്പോഴും വീണ്ടും വീണ്ടും ക്ഷമിച്ച് വീണ്ടും മുന്നോട്ട് വന്നൊരു ഒരു സംഗതി ഉണ്ടല്ലോ, അതിനാണ് പ്രതിഫലം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഡിസൈൻമെന്റ്, വിവേചനത്തിന്റെ വരം. ദൈവഹിതമാണെങ്കിലും ദൈവഹിതമല്ലെങ്കിലും തടസ്സം വരാം. ഭയങ്കര സ്ഥിതിയല്ലേ അല്ലേ? അവിടെയാണ് വിവേചനത്തിന്റെ വരം. ശ്രദ്ധിക്കണം. അതായത് ദൈവം ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ പിശാച് തടസ്സം കൊണ്ടുവരാം. അതേ സമയം തന്നെ ദൈവവും ആ കാര്യത്തിൽ ചിലപ്പോൾ ഒരു തടസ്സം അനുവദിക്കാം. എന്തിനാണെന്നറിയാവോ? അത് നിർത്താനല്ല, പിശാച് അത് അവസാനിപ്പിക്കാനാണ് തടസ്സപ്പെടുന്നതെങ്കിൽ കർത്താവ് തടസ്സപ്പെടുന്നത് നിർത്താനല്ല, അവസാനിപ്പിക്കാനല്ല, ആ ദൗത്യം പൂർത്തിയാക്കാൻ തന്നെ. പക്ഷേ അതിലൂടെ എൻ്റെ വിശുദ്ധീകരണം, എൻ്റെ കൃപ, എൻ്റെ ക്ഷമ, എന്നിട്ട് സ്വർഗത്തിൽ പ്രതിഫലം. എന്തുമാത്രം വിവേചനത്തിന്റെ വരം വേണം ചിന്തിച്ചു നോക്കി, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അവിടെയാണ് പ്രാർത്ഥന, അവിടെയാണ് വചനം, അവിടെയാണ് ആത്മീയ ഗൈഡൻസ്, അവിടെയാണ് കുമ്പസാരക്കാരുടെ വില, അവിടെയാണ് സ്പിരിച്വൽ കോൺഫറൻസിന്റെ വില. ഇവിടെ നമുക്ക് തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ, ഇത് എവിടെ നിന്ന് വരുന്നെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അങ്ങനെ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒന്നാമത് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു വിശുദ്ധ ജീവിതം വേണം. ഒരു വിശുദ്ധ ജീവിതമാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് അതിജീവിക്കാനും പറ്റും. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ 24-ാം തിരുവചനം. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. ഹല്ലേലൂയ. അപ്പോ if you are leading a holy life, ഒരു വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഋജുവാണ്, നേരെയാണ്. എന്നാൽ ദുഷ്ടർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ധാരാളം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിതിനെല്ലാം അതിജീവിച്ച് പോകാൻ വേണ്ടി പറ്റും. സങ്കീർത്തന പുസ്തകത്തിൽ 119-ാം സങ്കീർത്തനം 165-ാം തിരുവചനം, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും, അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. നല്ലൊരു വിശുദ്ധ ജീവിതമാണെങ്കിൽ, വചനാനുസൃതമായ ജീവിതമാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും, ഇതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും, എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറയാൻ പറ്റും. പിശാചിന്റെ പ്രവർത്തനം ഡെലിവറൻസ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. കാരണം എന്തെന്നറിയാവോ? അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. യേശയ്യാ 43:14, നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം, വചന ജീവിതം, അതിനേക്കാൾ ഉപരി ഒരു വിവേചനത്തിന്റെ വരത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന് സൽക്കാരങ്ങൾ നമുക്ക് തുറന്നു പിടിക്കാം. ഓരോരുത്തരിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. കർത്താവേ, ഞങ്ങൾ പാവങ്ങളാണ്. കർത്താവേ, ഞങ്ങൾക്ക് വിവേചനത്തിന്റെ വരം തരണം, ഞങ്ങൾക്ക് ജ്ഞാനത്തിന്റെ വരം തരണം. ദൈവഗതം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. വചനം വേർതിരിച്ചെല്ലാം മനസ്സിലാക്കുന്ന പോലെ വേർതിരിക്കാൻ കൃപ നൽകണം, ജ്ഞാനം നൽകണമേ, കൃപ നൽകണമേ. ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്ന ഉയരത്തിൽ നിന്നും ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ ഗണമേ, നിൻഹിതമറിയാൻ നൽവഴി തേടാൻ ഞങ്ങൾക്കു വെളിച്ചം നൽകണം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സത്യാത്മാവേ വരിക,
സത്യത്തിൻ വഴി കാ